മൂന്നാമത്തെ തീർത്ഥയാത്രയാണ്. ഞങ്ങൾ എറണാകുളം ഞങ്ങളുടെ ഈ യാത്ര മറ്റ് കുടുംബശ്രീ അംഗങ്ങൾക്കും വനിതകൾക്കും ഒരു ശക്തി പകരുന്ന പ്രചോദനമാകും. ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളായ രണ്ടുപേരും കൂടി ഇതാ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു ധൈര്യം പകരുവാൻ. ഞങ്ങളുടെ യാത്രയുടെ തുടക്കം കുറിക്കുവാനായിട്ട് കുറച്ച് അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയും എത്താനുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ മെട്രോയിലോട്ട് യാത്ര ചെയ്യുകയാണ്. അടുത്ത രണ്ട് ടീമുകൾ എത്തിയിരിക്കുകയാണ്. ഹായ്. ഹായ്. യാത്ര ആരംഭിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നടക്കുന്നത് പേട്ട മെട്രോയിൽ നിന്ന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹവും ആശംസകളും ഒക്കെ ഞങ്ങളുടെ ഓരോ അംഗങ്ങൾക്കും വേണം. ഞങ്ങളുടെ എന്താ പറയുക, അടുക്കളയിൽ നിന്നും ഞങ്ങളിപ്പോൾ യാത്രയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ യാത്ര തിരിക്കട്ടെ. ഞങ്ങൾ മെട്രോയിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്, നോർത്തിലേക്ക് പോകാൻ വേണ്ടി. ഞങ്ങളുടെ ലീഡർ സുധയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മരടുദേശം 10ാം വാർഡ് ചൈതന്യ കുടുംബശ്രീ അംഗങ്ങളാണ് ഞങ്ങളുടെ 4ാമത്തെ യാത്രയാണിത്. ആദ്യം കന്യാകുമാരി, രണ്ടാമത്തേത് തിരുവനന്തപുരം മണ്ടക്കാട്ട് ഭഗവതി ക്ഷേത്രം, മൂന്നാമത് പഴനി, 4ാമത്തെ യാത്രയായ മധുര, രാമേശ്വരം, ധനുഷ്കോടി. ഈ യാത്രയിൽ ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്, ഞങ്ങൾക്ക് ധൈര്യം തന്നത് സുധയാണ്. കാരണം ഞങ്ങൾക്ക് ട്രെയിൻ യാത്ര പോലും സാധിക്കാത്ത വനിതകളാണ് ഭൂരിഭാഗവും. ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലെ ഞങ്ങൾ കയറിയിട്ടുണ്ടായില്ല ട്രെയിൻ യാത്ര. കുറെ ചേച്ചിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ധൈര്യം തന്ന് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ യാത്രകൾ ചെയ്യിപ്പിക്കാനും. ഇത് ഞങ്ങളുടെ സുമിക്കുട്ടിയാണ്. ഇത് ഞങ്ങളുടെ സല്ലാമ്മയാണ്. ആത്മധൈര്യം തന്നത് സുധയാണ്. ഞങ്ങളുടെ മെട്രോയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ട്രെയിൻ അമൃത എക്സ്പ്രസ് അവിടെ തന്നെ വരുന്നതാണ്. ഞങ്ങൾ ആ മധുരയ്ക്ക് പോകുന്നത്. എല്ലാവർക്കും അനുഗ്രഹം നൽകാൻ ഞങ്ങളൊക്കെ പോയിട്ട് വരേണ്ട. അങ്ങനെ ഞങ്ങൾ മധുര ട്രെയിനിൽ കയറി. ഓരോരുത്തരും ഓരോ കിടപ്പ്. നമ്മുടെ ചേച്ചി ഇവിടെ കിടന്നു, സല്ലാമ്മ ഇവിടെ കിടന്നു, സ്വപ്ന, ലത ചേച്ചി, നമ്മുടെ മാലൂമ്മ, പിന്നെ നമ്മുടെ സുമി. അപ്പൊ എല്ലാവരോടും ഒരു ഗുഡ് നൈറ്റ്. ഇനി നമ്മൾ മധുരയിൽ പോയിട്ട് കാണാം. ഗുഡ് നൈറ്റ്.
മീനാക്ഷി ക്ഷേത്രത്തിലൂടെ നടക്കുകയാണ് ദേവിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട്. ഞങ്ങളെല്ലാവരും മധുര മീനാക്ഷി ദേവി ക്ഷേത്രം കാണാനായിട്ട് ഇറങ്ങിയേക്കണേണ്. ഞങ്ങളങ്ങനെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 7 പേരുണ്ട്, 7 വനിതകളുണ്ട്. ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി. വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദർശനമായിരുന്നു. നീളത്തിലൊരു ലൈറ്റ് കണ്ടില്ലേ ദൂരെ, അത് നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കവാടങ്ങളാണത്. 4 കവാടങ്ങൾ. ഇത് മധുരയുടെ നെറുക. ഞാൻ മാലതി ശശി. ഞാൻ ചൈതന്യ കുടുംബശ്രീയിലെ ഒരു അംഗമാണ്. എൻ്റെ 67 വയസ്സിൽ മേലുണ്ട് എനിക്ക്. ചൈതന്യ കുടുംബശ്രീയിൽ വന്നേ പിന്നെ പല സ്ഥലങ്ങളിലും പോകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നവരെ എങ്ങും പോയിട്ടില്ല. അത് പല സ്ഥലങ്ങളിലും ഞാനിപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ മധുരയിലാണ് വന്ന് നിൽക്കുന്നത്. ഇനിയും എല്ലാവർക്കും ഇതേപോലെയുള്ള അവസരങ്ങൾ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാവരും അതിന് വേണ്ടി എൻ്റെ ഇത് ഞാൻ പറയുകയാണ്, സന്തോഷമേ ഉള്ളൂ. പിന്നെയുള്ളൂ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അയൽക്കൂട്ടം മുഖാന്തരം ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഞാനിപ്പോൾ ഭാഗ്യവതി എന്ന് പറയാം. നല്ലൊരു അവസരമാണ് എനിക്ക് കിട്ടിയത്. അതിൽ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ മക്കളോടും അയൽക്കൂട്ടക്കാരോടും എല്ലാവരോടും സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഹലോ, ഞങ്ങളിപ്പോൾ മധുരയിലാണ് നിൽക്കുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ തൊഴുത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ എല്ലാവരും ഒത്തുചേർന്ന് സൊറ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഈ മധുര മീനാക്ഷി അമ്മയെ കണ്ടില്ലേ, എല്ലാവരും എത്ര സന്തോഷവതിയായിട്ട് ഇരിക്കുന്നത്. ഈ മധുര മീനാക്ഷി അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഒരു ചൈതന്യം ഉളവാക്കിയിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഈ വീഡിയോ വിജയിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, എൻജോയ്.